ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. കഴിഞ്ഞതിൽ മൂന്ന് തരം അറബിയെ കുറിച്ച് പറഞ്ഞു. ഇനി ആ അറബിയിലുള്ള മൂന്ന് തരം വാക്കുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അറബിയിൽ ഏത് വാക്കെടുത്താലും അത് ഈ മൂന്നില് ഏതിലെങ്കിലും ഒന്നിൽ പെടും എന്നുള്ളതാണ്. അതായത് ഒന്ന് ഇസ്മാണ്, ഒന്ന് ഫെയിലാണ്, ഒന്ന് ഹർഫാണ്. അപ്പോൾ എന്താണ് ഈ ഇസ്മ, എന്താണ് ഈ ഫെയില്, എന്താണ് ഹർഫ് നമുക്ക് നോക്കാം. ഇസ്മ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാവാം, ഒരു സ്ഥലത്തിന്റെ പേരാവാം, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേരും ആവാം. അത് കൂടാതെ അതൊരു ആശയമാവാം, ഒരു ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു സ്ഥലത്തിന്റെ വിശേഷണമാവാം, അല്ലെങ്കിൽ ഒരു ക്രിയ, ഒരു പ്രവൃത്തിയുടെ വിശേഷണമാവാം, മറ്റു പലതും ആവാം. ഒരു വ്യക്തിയുടെ പേരെന്നുള്ളതിൽ ഉദാഹരണം നോക്കുകയാണെങ്കിൽ അത് മുഹമ്മദ് എന്നുള്ളതാവാം, മറിയം എന്നുള്ളതാവാം. ആ വ്യക്തി അധ്യാപകനാണെങ്കിൽ അധ്യാപകൻ എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേരാണ് എന്നുള്ള രീതിയിൽ ആവാം. എഴുത്തുകാരൻ എന്നുള്ളത് വ്യക്തിയുടെ പേരിൽ ഉൾപ്പെടുന്നതാണ്. വ്യക്തിക്കുള്ള അവരുടെ പേര് മാത്രമല്ല, ആ വ്യക്തിയെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്. അയാൾ ഒരു അധ്യാപകനാണ് എന്നുള്ളത് അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ പേര് പ്രത്യേകം മുഹമ്മദ്, മറിയം അല്ലെങ്കിൽ പൊതുവായ അധ്യാപകൻ, എഴുത്തുകാരൻ ആയിരിക്കണമെന്ന് എന്നത് ശ്രദ്ധിക്കുക. ഒരു സ്ഥലത്തിന്റെ പേരെന്ന് പറയുമ്പോൾ ഈജിപ്ത്, അറേബ്യ എന്നീ സ്ഥലത്തിന്റെ കൃത്യമായ പേര് മാത്രം ആവണമെന്നില്ല. അതൊരു സ്കൂളാവാം, ഒരു സ്റ്റോർ ആവാം, അല്ലെങ്കിൽ ഒരു ഓഫീസ് ആവാം. അങ്ങനെയുള്ള പ്രത്യേകം പറയുന്ന പേരുകളും ആവാം. ഒരു സ്ഥലത്തിന് പ്രത്യേകം പറയുന്ന, ഇപ്പൊ ഒരു കമ്പനിക്കുള്ളിൽ ഓരോരോ റൂമുകളുണ്ടാവും, അതിന് ഓരോ പേരുകളുണ്ടാവും. അപ്പൊ ആ പേരുകളൊക്കെ ഈ കാര്യങ്ങളിൽ പെടും എന്ന് മനസ്സിലാക്കും. വസ്തുവിന്റെ ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ പുസ്തകം, പേന, ക്യാമറ, മേശ എന്നിങ്ങനെയുള്ള നമ്മൾ പൊതുവെ കാണുന്ന വസ്തുക്കളുടെ പേര് തന്നെയാവാം. അതൊരു മൃഗമാവാം, ഒരു കുരങ്ങ് അല്ലെങ്കിൽ ഒരു പൂച്ച എന്നീ കാര്യങ്ങളൊക്കെ ഈ വസ്തുക്കളിൽ വരുന്നതാണ്. ഒരു ആശയം എന്ന് പറയുന്നത്, ആശയങ്ങൾ വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം അവ രൂപമില്ലാത്തതും അദൃശ്യവുമാണ്. അതായത് സ്പർശിക്കാൻ കഴിയാത്ത കാര്യങ്ങളാകും. അത് നമുക്ക് കണ്ടറിയാനും കഴിയില്ല, അറിയാനും പറ്റാത്ത കാര്യങ്ങളായിരിക്കും. അതായത് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ആശയം എന്ന് പറയുന്നത്. അത് നീതി, സന്തോഷം, വിദ്യാഭ്യാസം, അധികാരം എന്നീ കാര്യങ്ങളൊക്കെ ആശയത്തിൽ പെടുന്ന ഉദാഹരണമാണ്. അതിന് പുറമെ ഒരു നാമവിശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നാമവിശേഷം എന്ന് പറഞ്ഞാൽ വ്യക്തി, വസ്തു, സ്ഥലം എന്നീ കാര്യങ്ങളുടെ വിശേഷണങ്ങളാണ്. ഉയരമുള്ള പാറ, പഠിപ്പിക്കുന്ന ക്ലാസ്, ഈ കൂടെ വരുന്ന കാര്യങ്ങളൊക്കെ അതായത് നാമമാണെങ്കിൽ ആ നാമത്തിന്റെ വിശേഷണങ്ങളായിരിക്കും നാമവിശേഷണം എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നത് ക്രിയാവിശേഷണം. ക്രിയാവിശേഷം എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ വിശേഷണങ്ങളായിട്ട് വരുന്നവ. അതായത് പതുക്കെ, പെട്ടെന്ന്, സൗമ്യമായി, സന്തോഷത്തോടെ എന്നിങ്ങനെയൊക്കെ ഈ പ്രവൃത്തിയുടെ കൂടെ വരികയാണെങ്കിൽ അതിന് ക്രിയാവിശേഷണം എന്ന് പറയും. അപ്പൊ ഇതൊക്കെ ഇസ്മിൽ പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റു ചിലതായവ എന്നുള്ളത് പിന്നീട് നമ്മൾ അധ്യായത്തിൽ ചർച്ച ചെയ്യും. അതുപോലെ രണ്ടാമത്തെ വാക്കിന്റെ തരം എന്ന് പറയുന്നത് ഇസ്മ കഴിഞ്ഞാൽ അത് ഫെയിലാണ്. ഫെയിൽ എന്ന് പറയുന്നത് സമയബന്ധിതമായ പദമായ കാര്യങ്ങളാണ്. അതായത് സമയത്തിന്റെ ഉള്ളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയായിരിക്കും പൊതുവെ ഫെയിൽ എന്ന് പറയുന്നത്. അത് ഭൂതകാലത്തിലാവാം, വർത്തമാനകാലത്തിലാവാം, ഭാവിയിലാവാം. അതായത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിലും ആവാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഭൂതകാലത്തിൽ നമുക്ക് നോക്കാം, അവൻ നിർത്തി, അവൻ നൽകി എന്നുള്ളതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അവൻ എന്ന് പറയുന്നത് മലയാളത്തിൽ 2 വാക്കാണെങ്കിൽ അറബിയിൽ അത് ഒറ്റ വാക്കിലായിരിക്കും വരിക. അത് നമുക്ക് അറബിയിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും കൂടുതൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ മലയാളത്തിൽ തന്നെ നോക്കി പോവാം. പിന്നെ വർത്തമാനകാലത്തിന്റെ ഉദാഹരണം അവൻ തിരയുന്നു, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് വർത്തമാനകാലത്തിൽ പറയുന്ന ഫെയിൽ. അതിനുശേഷം വരുന്നത് ഭാവി കാലത്തിനെ കുറിച്ച് വരുന്നത്, ഭാവി കാലത്തിന് അവൻ വിജയിക്കും, നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ഉള്ള പ്രവൃത്തിയാണ് ഫെയിലിന് ഭാവികാല ഫെയിൽ എന്ന് പറയുന്നത്. ഒരു വാക്ക് ഒരു ഫെയിൽ ആണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ അതിനു മുമ്പ് ഞാൻ എന്ന വാക്ക് സ്ഥാപിക്കുക. അത് അർത്ഥവത്താണെങ്കിൽ അതൊരു ഫെയിലാണ്. ഒരു ഫെയിൽ എടുത്താൽ ഇപ്പൊ ഒരു വന്നു എന്നുള്ള വാക്ക് എടുത്തു കഴിഞ്ഞാല് ആ വന്നുവിന്റെ കൂടെ ഞാൻ എന്നുള്ള ഒരു വ്യക്തിയെ ചേർക്കുക. അപ്പൊ ഞാൻ വന്നു എന്നുള്ളത് നമുക്ക് അർത്ഥവത്തായിട്ടാണ് മനസ്സിലായത്. അപ്പൊ അങ്ങനെ അർത്ഥവത്താണെങ്കിൽ വന്നു എന്നുള്ള അത് ഫെയിലാണ് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഇപ്പൊ ഒരു വസ്തുവിനെടുക്കാം. ഒരു ഐസ്ക്രീം എന്നുള്ള വസ്തു എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഞാൻ ചേർത്ത് നോക്കിക്കോ, ഞാൻ ഐസ്ക്രീം എന്ന് പറയും. ഞാൻ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥം വരുന്നില്ല.
അപ്പൊ അതൊരു ഫീലല്ല നമുക്ക് പ്രത്യേകം മനസ്സിലാക്കി തരിക. ഇനി ഫീലിന് ശേഷം മൂന്നാമതായിട്ട് വരുന്ന തരം വാക്കെന്ന് പറയുന്നത് ഹർഫാണ്. ഇസ്മ കഴിഞ്ഞു, ഫീല് കഴിഞ്ഞു, പിന്നെ ഹർഫാണ് ബാക്കിയുള്ളത്. ഹർഫിനെ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ഹർഫ് എന്നത് ഒരു ഇസ്മ അല്ലെങ്കിൽ ഒരു ഫീല് പിന്തുടരുന്നില്ലെങ്കിൽ അപൂർണമായ ഒരു വാക്കായി നിർവചിക്കപ്പെടുന്നു. അതായത് ഹർഫിന്റെ കൂടെ ഒരു ഇസ്മോ ഒരു ഫീലോ വന്നില്ലെങ്കിൽ അതിന് അർത്ഥമില്ലാത്ത, അതായത് മനസ്സിലാകാത്ത ഒരു വാക്കായിട്ടാണ് കണക്കാക്കപ്പെടുക. ഒരു ഹർഫ് എന്നതിന്റെ മറ്റൊരു നിർവചനം ഒരു ഇസ്മ അല്ലെങ്കിൽ ഫീൽ അല്ലാത്ത ഒരു പദമാണ്. അത് നമുക്കറിയാലോ, ഒരു ഇസ്മോ ഒരു വാക്കോ ഒരു ഇസ്മോ ഒരു ഫീലോ അല്ലെങ്കിൽ അത് ഹർഫായിരിക്കുന്നത് ഉറപ്പാണ്. അപ്പൊ അതിന്റെ ഉദാഹരണം നോക്കിക്കോ. ലേക്ക്, നിന്ന്, ഇൽ, പിന്നെ കൂടെ, യുടെ, വരെ, എങ്കിൽ എന്നീ വാക്കുകളൊക്കെ ഒറ്റക്ക് വരികയാണെങ്കിൽ അതൊരു അർത്ഥമില്ലാത്തൊരു വാക്കായിട്ട് നമുക്ക് മനസ്സിലാവുന്നു. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഈ നിന്ന് മാത്രം എടുത്തിട്ട് ഒരു സെന്റൻസ് ആക്കാൻ നോക്കി. ഞാൻ നിന്ന് വന്നു. അപ്പൊ നിന്ന് എന്നുള്ളത് നമ്മൾ ഒരു പ്രവൃത്തിയായിട്ട് എടുക്കുകയാണെങ്കിൽ അത് അർത്ഥവത്താണ്, ഞാൻ നിന്ന് വന്നു എന്നുള്ളത്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് വന്നു, അതായത് ഈ ഡോട്ട് 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 എന്നുള്ളത് ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്, എവിടെ നിന്ന് വന്നു എന്നുള്ളത്. അപ്പൊ നിന്ന് എന്ന വാക്ക് ഒരു ഹർഫാണ് എങ്കിൽ ഞാൻ ഡാഷ് നിന്ന് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ ഞാൻ ഡോട്ട് 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 നിന്ന് വന്നു എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥം കാണില്ല, നമുക്കത് കംപ്ലീഷൻ ആയിട്ട് തോന്നുന്നില്ല, ഒരു സെന്റൻസിന്റെ പൂർണ്ണത ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. കാരണത്താൽ അതിന് സ്വന്തമായ അർത്ഥമില്ല. അതായത് അതിനുശേഷം ഒരു ഇസ്മിനെ ചേർക്കാന്ന്. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് വന്നു. അപ്പൊ വീട്ടിൽ എന്നുള്ള ആ വാക്ക് ചേർത്തപ്പോ അവിടെ എന്തായി, ആ സെന്റൻസിന് ഒരു അർത്ഥം വന്നു. ഇതിപ്പോ നിന്ന് എന്നുള്ള ഈ ഒരു കാര്യം എടുത്തിട്ടാണ് നമ്മൾ നോക്കിയത് കേട്ടോ. നമ്മള് സാധാരണ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഡോട്ട് കൊടുത്ത് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് അതില് ഇസ്മ ഏതാണ്, ഫീൽ ഏതാണ്, ഹർഫ് ഏതാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു സെന്റൻസ് നോക്കി. ഞങ്ങൾ അതിഥികളെ അത്താഴത്തിന് ക്ഷണിച്ചു. അപ്പൊ ആദ്യം ഒരു സെന്റൻസ് നമ്മൾ കാണുമ്പോൾ നമ്മൾ ആദ്യം അതിൽ തപ്പേണ്ടത് എന്താണ് ഇതിന്റെ ഫീൽ എന്നുള്ളതാണ്. അതായത് പ്രവൃത്തി എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ തപ്പി കണ്ടുപിടിക്കണം. നമുക്ക് ഈ സെന്റൻസിൽ നമുക്ക് കാണാൻ ക്ഷണിച്ചു എന്നുള്ളതാണ് ഒരു പ്രവൃത്തിയായിട്ട് കാണുന്നത്. അപ്പൊ ഈ പ്രവൃത്തി ആരാണ് ക്ഷണിക്കുന്നത്, അതായത് ഈ പ്രവൃത്തി ആരാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആരാണ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയായിരിക്കും പ്രവർത്തകൻ. പ്രവൃത്തി ആരാ നമ്മൾ കണ്ടുപിടിച്ച്, പ്രവർത്തകൻ ആരാന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം വരുന്നത് അതിഥികളെ അത്താഴത്തിന് ക്ഷണിച്ചു. ആരെയാണ് ക്ഷണിച്ചത്, എന്തിനാണ് ക്ഷണിച്ചത് എന്നുള്ളതിന്റെ ഉത്തരങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഈ ഞങ്ങൾ എന്നുള്ളത് വ്യക്തിയാണ്, അതൊരു ഇസ്മാണ്. അതിഥികൾ എന്നുള്ളത് അതും വ്യക്തികളാണ്, അപ്പൊ അതൊരു ഇസ്മാണ്. താഴം എന്നുള്ളത് കോൺസെപ്റ്റ് ആണ്, അതായത് തൊട്ടറിയാൻ കഴിയാത്തതും കണ്ടറിയാൻ കഴിയാത്ത ഒരു കോൺസെപ്റ്റ് ആണ് അത്താഴം എന്ന് പറയുന്നത്. അത്താഴത്തിന് എന്നുള്ളത് തിന് എന്നുള്ളതാണ് ഹർഫായിട്ട് വരിക. അപ്പൊ ഹർഫ് എന്താണ്, ഫീൽ എന്താണ്, ഇസ്മ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ഈ സെന്റൻസിൽ. അതുപോലെ എല്ലാ സെന്റൻസും ഒന്ന് വായിച്ചു നോക്കുക.